ഇന്ന് നമ്മൾ വളരെ ഫേമസായ ഒരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ കുഴിയോ കുക്കറോ ഒന്നും വേണ്ട. അതേപോലെ തന്നെ ഉള്ളി അരികയോ തക്കാളിയോ പ്രത്യേകിച്ച് മസാലക്കൂട്ടുകളോ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഴിമന്തിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് അതിന് മുകളിൽ വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആദ്യം ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ടാവും. 1 കിലോ കംപ്ലീറ്റ് ഇല്ല കേട്ടോ, അതാണ് ഞാൻ ഏകദേശം ഒരു 3/4 കിലോ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് വലിയ പീസൊന്നുമല്ല, ഈ ഒരു സൈസിൻ്റെ പീസസായി കട്ട് ചെയ്തിട്ട് ഈ ഫ്രൈ പാനിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. ഫ്രൈ പാനിന് വേണമെന്നില്ല, ഇങ്ങനെ ചിക്കൻ നിരത്തി വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, പെരുംജീരകം പൊടിച്ചതാണത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വളരെ കുറച്ച് മതി കേട്ടോ, കാരണം അതിലേക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ സ്റ്റോക്ക്, ചിക്കൻ മാഗി ക്യൂബ്, അത് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിങ്ങനെ പതുക്കെ പൊടിച്ചിട്ട് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇട്ടാൽ മതിയാകും. പിന്നെ നമുക്ക് ഇതിലേക്ക് കളർ ചേർക്കുന്നുണ്ട്. ഞാൻ കളർ നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് റെഡ് ഫുഡ് കളർ കുറച്ച് ചേർക്കുന്നുണ്ട്. ഒരു നിർബന്ധമില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഏകദേശം ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പും വേണമെന്നില്ല, അതിലും കുറവെടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റൗ കത്തിച്ചിട്ടില്ല എന്ന് കേട്ടോ, അതിന് മുകളിൽ ജസ്റ്റ് വെച്ചേ ഉള്ളൂ. ഇപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് നല്ല ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് ആ എണ്ണയൊക്കെ എല്ലായിടത്തും ഒന്ന് നല്ലോണം ചൂടായി വരുന്നതിന് വേണ്ടിയിട്ട്, അതിന് ശേഷം സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് കവർ ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യുന്നത്. കാരണം നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്താൽ ഒരുപാട് ഡ്രൈ ആയി സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന പോലെയായി പോകും. പക്ഷേ മന്തിയിൽ അങ്ങനെയല്ലല്ലോ, ഒന്നുകൂടി ഒരു സോഫ്റ്റായി ചിക്കനല്ലേ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവും നല്ലത്. ഈ സമയത്ത് തന്നെ ഞാൻ മറ്റേ അടുപ്പിൽ അരി വേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കന് ഒരു ഭാഗം റെഡിയായപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ നല്ലൊരു സോഫ്റ്റായി വരും ചിക്കന്. എണ്ണ കുറച്ച് ബാക്കി ഉണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഈ സമയം നമുക്ക് വെള്ളം തിളക്കാറാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിത് റൈസ് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ഒരുപാട് വെള്ളം വെച്ചിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു ഉണക്ക നാരങ്ങ, അതേപോലെ 2 കറുകപ്പട്ടയുടെ പീസ്, പിന്നെ ഒരു 2 ക്ലൗ, പിന്നെ ഒരു 2 ഏലക്ക, അതുപോലെ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം ഒന്ന് നല്ലോണം തിളക്കട്ടെ. വെള്ളം തിളച്ചിട്ട് വേണം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാനും. അപ്പോൾ ഒന്നുകൂടെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറച്ചൊന്ന് മുമ്പോട്ട് നിൽക്കണം, എന്നാലേ അരിയിൽ കറക്റ്റ് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇത് 2 ഗ്ലാസ് ബസ്മതി റൈസാണ്. ഒരു 20 മിനിറ്റ് ഞാനിത് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വെള്ളം തിളക്കുന്നുണ്ട്, നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പിന്നെ ബസ്മതി റൈസിൻ്റെ സോക്കിംഗ് ടൈം ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് വായിച്ചിട്ട് അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മളിത് എത്ര സമയം സോക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒരുപാട് വേവിക്കേണ്ട, കാരണം നമ്മൾ മന്തിയിലെ അരി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, റൈസ് നല്ലൊരു വിട്ട് നിൽക്കുന്ന ഒരു വേവായിരിക്കും, അല്ലാതെ ഒട്ടി പിടിക്കുന്ന ടൈപ്പ് ആവില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ അത്രക്കൊന്നും വേവിക്കേണ്ട, ഒരു 3/4 ഭാഗം വെന്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ദം ചെയ്യുന്ന പോലെ ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു 3/4 ഭാഗം വേവായാൽ നമുക്കത് ഇതിൽ നിന്ന് ഊറ്റി എടുക്കണം. ഇപ്പോൾ എൻ്റെ റൈസ് നല്ലൊരു പെർഫെക്റ്റായിട്ട് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡ്രൈൻ ചെയ്തെടുക്കാം, കാരണം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതാകെ കുഴഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല, മന്തിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിനെ ഞാൻ ഡ്രൈൻ ചെയ്യാൻ പോവാണ്. ഡ്രൈൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതേ പാത്രത്തിൽ തന്നെയാണ് ഇത് ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഡ്രൈൻ ചെയ്ത അരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് അരി നമ്മൾ ഡ്രൈൻ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യട്ടോ, അതിൻ്റെ ചൂട് പോവാൻ നിൽക്കണ്ട. ചൂടോടെ തന്നെ നമ്മളിത് ദം ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലായിടത്തും എത്തുക. അതുകൊണ്ട് നല്ല ചൂടോടെ തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ചോറെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനൊരു ചെറിയ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി
കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ. ചില മന്തികൾക്ക് മഞ്ഞ കളർ ഉണ്ടാവുള്ളൂ, ചിലതിന് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ചിലർ ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കും, ഇടയ്ക്ക് ഒരു റെഡ് കളർ റൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, ഈ യെല്ലോ കളർ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പച്ചമുളക് കീറൊന്നും വേണ്ട, നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ആവി കയറുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ ഇതിൽ കിട്ടും. പിന്നെ എരിവിന് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കടിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ വെക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ വേണം വെക്കാൻ, കാരണം ഇത് നമുക്ക് ഇതിൽ പുക കൊള്ളിക്കണം. അതുകൊണ്ട് തന്നെ ചാർക്കോൾ ഇതിൻ്റെ നടുവിൽ വെക്കണം. അപ്പോൾ ആ ഒരു പാത്രം വെക്കാണ്ട് ഗ്യാപ്പ് വിട്ടിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഈ ചിക്കൻ പീസസ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കായിരിക്കും നന്നാവുക. അപ്പോൾ ഞാൻ ഈ ചിക്കൻ പീസസിന് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, ബാക്കിയുണ്ട ഓയിലുണ്ടല്ലോ അത് കുറച്ച് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കംപ്ലീറ്റ് ഒഴിക്കണം എന്നില്ല കേട്ടോ, ഞാനിപ്പോൾ കംപ്ലീറ്റ് ഒഴിക്കുന്നില്ല. അതിൽ നിന്ന് കുറച്ച് ഞാൻ ഒഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഓയിലി ആയി പോകും. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ ചാർക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. സോറി, ഞാൻ ചാർക്കോളല്ല ഇവിടെ എടുത്തിട്ടുള്ളത്, ഞാൻ നമ്മുടെ ചിരട്ട കനലാണ് എടുത്തിട്ടുള്ളത്. ചിരട്ട കനലാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ല പുക വരും. എന്നിട്ട് അത് വെച്ച ഉടനെ നമ്മളിതുപോലെ കവർ ചെയ്യുക. ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന് മുകളിൽ അടപ്പും വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ ഒരു തവയുടെ മുകളിൽ കയറ്റി വെച്ചിരിക്കുക കേട്ടോ, ദം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഞാനിത് ദം ചെയ്തെടുക്കുന്നുണ്ട്. 15 മിനിറ്റിന് ശേഷം ഞാൻ അത് ഓപ്പൺ ചെയ്തതാണിത്. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഈ പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടുണ്ടാവും. എൻ്റെ കൈ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി, അത് ഓർക്കാതെയാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് ഞാനൊരു ടിഷ്യൂ കൂട്ടി പിടിച്ചിട്ട് എടുക്കുകയാണ്. ചിലപ്പോൾ പാത്രം ചൂടുണ്ടാകും. അപ്പോൾ എൻ്റെ ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാത്രം എടുത്ത് മാറ്റി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ചിക്കൻ പീസസ് ഞാനൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാണ്, കാരണം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചിക്കൻ പീസ് വെക്കുമ്പോഴാണല്ലോ ആ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ റൈസ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഞാൻ ചിക്കൻ പീസ് ഒന്ന് മാറ്റുകയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ പാത്രം ചെറുതാണെങ്കിൽ റൈസിന് വേണമെങ്കിൽ വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം, കാരണം റൈസ് ഒരുപാട് ഉടക്കാതെ നല്ല രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ പാത്രം അത്യാവശ്യം സ്പേസ് വേണ്ടി വരും. എൻ്റെ ഇതിപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഇതിലിട്ടിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മന്തി റെഡിയാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു കുക്കറിൽ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ചെയ്തിരുന്നു. ഒരുപാട് പേര് കണ്ടു ആ വീഡിയോ, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് റെഡിയാക്കാം, കാരണം നമുക്ക് സവാള കട്ട് ചെയ്യോ തക്കാളിയോ ഒന്നും വേണ്ട, ഇതിലേക്ക് പ്രത്യേകിച്ച് മസാലകളും വേണ്ട. അപ്പോൾ എല്ലാവരും എന്തായാലും റെഡിയാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.